പക്ഷേ ഇപ്പോൾ മഗല്ലൻ നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് സ്കൂളിൽ പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് വീണ്ടും മഗല്ലനെ കുറിച്ച് നമ്മൾ ഒരിക്കലും കേൾക്കില്ല എന്ന് വിചാരിച്ചു, ഇനി ഒരിക്കലും കേൾക്കണ്ടെന്ന് വിചാരിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും അത് സിനിമയായി വന്നിരിക്കുന്നു. സത്യവന്തമായി പറയണല്ലോ, ഞാൻ അതിനിടയ്ക്ക് വീണ്ടും മഗല്ലനെ കുറിച്ച് വായിക്കേണ്ട ഒരു സാഹചര്യം പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വീണ്ടും വരുന്നു. അപ്പോൾ സനീഷിന് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണയുണ്ടല്ലോ. എന്താണ്? എനിക്ക് മഗല്ലനെ കുറിച്ച് എല്ലാം അറിയാം. ഇതിപ്പോൾ സിനിമയാണ് എന്നുള്ളൊരു സന്തോഷമാണല്ലോ നമുക്കുള്ളത്. പിന്നെ ഈ മഗല്ലനും കൊളംബസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സ്കൂളിൽ നന്നായിട്ട് പഠിച്ചതാണ്. ഇവരാണ് യാത്രക്കാർ, ഈ ലോകത്തെ കണ്ടെത്തിയ ആളുകളാണ് ഇവരൊക്കെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ സിനിമയെ പറ്റി ട്രെയിലർ, അതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. അല്ല അത് ആ കാര്യത്തിലേക്ക് കൂടെ പോയാൽ നമ്മൾ പിന്നെ സമയം കടന്നു പോകും. അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ മഗല്ലൻ യാത്ര നടത്തുന്ന കാലത്ത് 1500-കളിലാണ്. ഇപ്പം നമ്മൾ നോക്കും യാത്ര നടത്തുക വെച്ചാൽ വളരെ എളുപ്പമാണ്. പക്ഷേ ഇപ്പോൾ പോലും ആളുകൾ വലിയ അത്ഭുതത്തോടെയാണ് ലോകത്തോരോ സ്ഥലത്തും പോയിട്ട് വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിടുന്നത്. അപ്പം മഗല്ലൻ ആ കാലത്ത് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് യാത്ര അധികാരത്തിനും രാഷ്ട്രീയത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നാലും നാളെ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ എത്ര ദിവസം ജീവിക്കാൻ പറ്റും, കടലിൽ മുങ്ങിപ്പോകുമെന്നറിയാതെ യാത്ര പുറപ്പെട്ടത് കൊണ്ടാണ് ലോകം ആകപ്പാടെ കണ്ടിട്ടില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇതിനൊരു തുടക്കം ഉണ്ടാവില്ല എന്തായാലും അങ്ങനെ ഉണ്ടായത്. ഇപ്പോൾ ആ ഒരു ഇത് നമ്മുടെ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, നമ്മളിപ്പോൾ ഹർഷനിപ്പോൾ സൂചിപ്പിച്ച ആ പൊളിറ്റിക്സ് കൂടെ അതിനകത്തുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കുന്നതാണ്. കാരണം ചെല്ലുന്ന എന്തിനാണ്, പവറിന് വേണ്ടിയിട്ടാണ് എന്നതിനകത്ത് പറയുന്നുണ്ട്. ചെന്ന് പോയിരിക്കുന്ന സ്ഥലങ്ങളിൽ എത്രയെത്ര അവിടുത്തെ പ്രദേശവാസികളാണ് കൊന്നു തീർത്തിരിക്കുന്നത് എന്ന സൂചന നൽകുന്ന ദൃശ്യങ്ങളും സംഭാഷണ ശകലങ്ങളും ആ ട്രെയിലറിലുണ്ട്. അപ്പോൾ ആ നിലക്ക് യാത്രയെക്കുറിച്ച്, യാത്രകൾ തുടങ്ങി മനുഷ്യർ ലോകയാത്ര തുടങ്ങിയിട്ടില്ലാത്ത കാലത്തിലെ അത് തുടങ്ങുന്നതിൻ്റെ വൈഷമ്യങ്ങളെക്കുറിച്ച് മെഗാ ആയിട്ട് കാണിക്കുക മാത്രമായിരിക്കില്ല. അത്തരം യാത്രകൾ അധിനിവേശങ്ങളായിട്ട് മാറിയത് എങ്ങനെയാണ് എന്നും, ചെന്ന് എത്തുന്ന സ്ഥലങ്ങളിലെ മനുഷ്യരെ കൊന്നു തീർക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ, അധിനിവേശ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പൊളിറ്റിക്സ് പറയുന്നൊരു സംഗതിയായിട്ട് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാനിലൊക്കെ പ്രദർശിപ്പിച്ചപ്പോൾ ഏതാണ്ടൊരു റിവ്യൂകളൊക്കെ അങ്ങനെയാണ് എന്നാണ് കണ്ടത്. ഏതായാലും നമുക്ക് കാണേണ്ട ഒരു സിനിമയാണെന്ന തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. തീർച്ചയായും എനിക്ക് ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, അതായത് ചെന്ന് എത്തുന്ന ഇടത്തെല്ലാം ഇങ്ങനെ ആള് കൊന്നു തീർത്ത് മുന്നോട്ട് പോകുന്ന രീതി തന്നെയാണ്. അതെല്ലാം പിടിച്ചെടുക്കുക, മനുഷ്യ ചരിത്രം തന്നെ അതാണല്ലോ. തീർച്ചയായും ഇപ്പം മഗല്ലനെ കുറിച്ച് നമ്മൾ പിന്നീട് വായിക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പല കാലത്തായി നടത്തിയ പല ചരിത്ര വായനകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. അതുതന്നെയാണ് മഗല്ലനും ചെയ്തുകൊണ്ടിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ആളുകളെ അങ്ങനെ കൊന്നു മുന്നേറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിലേറ്റവും കൗതുകരമായ ഒരു ഫിലിപ്പിനോ സംവിധായകനാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൗതുകം. കാരണം ഫിലിപ്പൈൻസിൽ വെച്ചാണ് മഗല്ലൻ കൊല്ലപ്പെടുന്നത്. അവിടെ ഒരു യുദ്ധത്തിൽ ഏറ്റുമുട്ടലിലാണ് ഈ വിഷം കൊണ്ടുള്ള അമ്പ് കഴുത്തിലേറ്റ് മഗല്ലൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അവിടെയും ഒത്തിരി അക്രമം കാണിക്കുന്നുണ്ട്. ഒരു 4 കപ്പലിലാണ് അവിടുന്ന് പുറപ്പെടുന്നത് സ്പെയിനിൽ നിന്ന്. സത്യത്തിൽ ഇദ്ദേഹം സ്പെയിൻകാരനല്ല, ഇദ്ദേഹം പോർച്ചുഗീസുകാരനാണ്. പോർച്ചുഗീസിൽ അവിടെ ജീവിക്കുന്ന കാലത്ത് തന്നെ ഇദ്ദേഹം പല പര്യവേഷണങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. സമുദ്ര പര്യവേഷണങ്ങളിൽ, സഞ്ചാരങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പല രാജ്യത്തും പലയിടത്തും പോയി പല പുകിലുകളും ഒപ്പിച്ചിട്ടുണ്ട്, യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ട്. ദീർഘകാലം അങ്ങനെ മുടന്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം, കാലിന് മുടന്തുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ട്. ഇതിനൊക്കെ ശേഷമാണ് ഏറ്റവും വലിയ സമുദ്ര പര്യവേഷണത്തിന് ഇറങ്ങുന്നത്. പക്ഷേ ഇതിലൊക്കെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ആരുടെ ചരിത്രമാണ്? യൂറോപ്പിൻ്റെ ചരിത്രമാണ്, പാശ്ചാത്യരുടെ ചരിത്രമാണ്, അവർ കണ്ടെത്തിയ ചരിത്രമാണ്. അതിലുള്ളൊരു പ്രശ്നം ഇപ്പോൾ കേരളത്തിൻ്റെ തീരം നമ്മളെടുത്ത് പരിശോധിച്ചാൽ 9-ാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ ഈ സമുദ്രസഞ്ചാരികൾ എത്തിയതിന് തെളിവുണ്ട്. ഇത് അതിന് ശേഷമുള്ള ഒരു കാലത്ത്, അതായത് ഈ പറയുന്ന 1500-കളിൽ അല്ലെങ്കിൽ 1400-കളുടെ തുടക്കത്തിൽ, 1500-കളുടെ തുടക്കത്തിലൊക്കെ യാത്ര നടത്തി. അങ്ങനെയാണല്ലോ ഈ പറയുന്നത് കൊളംബസ് ഇന്ത്യയെ കണ്ടെത്താൻ ഇറങ്ങിത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വാസ്കോഡഗാമ ഇന്ത്യയിലെത്തി എന്ന് പറയുന്നതൊക്കെ അവരെ ഇന്ത്യയെ കണ്ടെത്താൻ കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ലോകം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. യൂറോപ്പിന് വേണ്ടി കണ്ടെത്താൻ അതൊരു പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ വായനയാണ്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഇന്ത്യക്കാർ ഒന്ന് ഇറങ്ങി യാത്ര ചെയ്തേക്കാതെ വിചാരിച്ചിട്ടില്ല. അതിൽ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മളിപ്പോൾ ഇന്ത്യ ഭയങ്കര ഗംഭീരമാണെന്നൊക്കെ പറയുമ്പോൾ ഇവരവിടുന്ന് പുറപ്പെട്ട് യാത്രയൊക്കെ നടത്തി എന്നൊരു ചരിത്രത്തിൻ്റെ ഭാഗവും കൂടെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അധിനിവേശ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുള്ള ആ ഒരു ചരിത്രപരമായിട്ടുള്ള യാത്രയുടെ മൂല്യം എന്നതിനെ നമ്മൾ ആ നിലക്ക് കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. പക്ഷേ അതല്ല, നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഈ കഴിഞ്ഞ 10
ഒരു 10,000 കൊല്ലത്തെ 10,000 അല്ല 1000 കൊല്ലത്തെ ചരിത്രത്തെക്കുറിച്ച് തന്നെ മാത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ എങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ രേഖയില്ലല്ലോ. ഈ 9-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഇന്ത്യയിലേക്ക് ഇതെല്ലാം എത്തിച്ചേർന്നിട്ടുള്ളതിൻ്റെ തെളിവുകൾ നമുക്ക് ഏതായാലും ഉണ്ട്. പക്ഷേ അതിൻ്റെ സൂക്ഷ്മമായ വിവരങ്ങളില്ല. എവിടെ നിന്നാണ് ആളുകൾ എത്തിയത്? ഇപ്പോൾ ചൈനയിൽ നിന്ന് എത്തിയിട്ടുണ്ട്, അറബികൾ എത്തിയിട്ടുണ്ട്, റോമാക്കാരെത്തിയിട്ടുണ്ട്. റോമാക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് വ്യാപാരത്തിന് വേണ്ടി. അവർ വേറൊരു തരത്തിൽ സഞ്ചരിച്ച് ലോകം ചുറ്റിയിട്ടില്ല എന്ന്. ഇപ്പോൾ അഗസ്റ്റ സീസറിൻ്റെ മുദ്രമോതിരം ഇവിടെ നമ്മുടെ കൊടുങ്ങല്ലൂർ ഇപ്പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ, പട്ടണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആ കാലത്ത് അഗസ്റ്റ സീസറിൻ്റെ കാലത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ കാലത്തുള്ള മുദ്രമോതിരം ഇവിടെ നിന്ന് കിട്ടണമെങ്കിൽ അത്രയും എത്തിപ്പെടാൻ ശേഷിയുള്ളവർ അന്നുണ്ടായിരുന്നെങ്കിൽ ഈ യൂറോപ്യൻസ് തന്നെ, ഈ റോമാക്കാർ തന്നെ അന്ന് ലോകസഞ്ചാരം ഒരുപക്ഷെ നടത്തിയിട്ടില്ല എന്നിങ്ങനെ പറയാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ പുതിയ ചരിത്രത്തിൽ മഗല്ലനാണ് ഇതിന് ആദ്യം ഇറങ്ങി തിരിച്ചത്, അല്ലെങ്കിൽ ആദ്യം ലോക പര്യടനം നടത്തിയത് സമുദ്രത്തിലൂടെ എന്ന് നമുക്ക് പറയാം. ഇതൊക്കെ സിനിമ നമുക്ക് കാണാം. അതെ, സിനിമ ഗംഭീരമായി ആയിരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ആ പുതിയ നൂറ്റാണ്ടിലെ ഈ പിടിച്ചടക്കലുകളെല്ലാം പിന്നെ നമുക്കറിയാമല്ലോ, ഈ നമ്മളെല്ലാ കാലത്തും വായിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ ഇത്തരം പിടിച്ചടക്കലുകൾ പോയിട്ടുള്ള ഏറ്റവും ക്രൂരമായി പെരുമാറിയിട്ടുള്ളത് അന്നത്തെ പോർച്ചുഗീസുകാരായിരുന്നു എന്നുള്ളത്, പിന്നെ സ്പെയിൻകാരും ഒക്കെ. അപ്പോൾ ആ ക്രൂരതയുടെ പര്യായം കൂടിയായിരുന്നു മഗല്ലൻ ആ കാലത്ത്. അപ്പോൾ 500 ആണ്ട് മുമ്പ് നടന്ന ഇതിഹാസ തുല്യമായ ഒരു കപ്പൽ പര്യവേഷണം, ദുരയും പടയും കൊലയും കീഴടക്കലുകളും കപ്പൽ കലാപങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു യാത്രയുടെ ഉദ്ദേശം വേറൊന്നായിരുന്നെങ്കിലും അത് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ചരിത്ര പുസ്തകത്തിലെ ഏറ്റവും ആകസ്മികമായ ഒരേട് മഗല്ലൻ ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ചു എന്ന് പറയുക വയ്യ. എന്നാൽ യൂറോപ്പിൽ നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് ഏഷ്യയിലെത്തുകയെന്ന കൊളംബസിൻ്റെ സ്വപ്നത്തെ അയാൾ സാക്ഷാത്കരിച്ചു. 4 കപ്പലുകളും 10,250 കൂട്ടാളികളുമായി മഗല്ലൻ നടത്തിയ യാത്രയുടെ സിനിമാവിഷ്കാരം എത്ര വലിപ്പമുള്ളതാകുമെന്ന് നമുക്ക് ഊഹിക്കാം. കാൻ മേള കയ്യോടെയോടെ ഏറ്റെടുത്ത സിനിമയെക്കുറിച്ചുള്ള ആകാംക്ഷയിലും കാത്തിരിപ്പിലുമാണ് നമ്മളെല്ലാവരും. മനുഷ്യചരിത്രത്തിലെ ആ അസാമാന്യ പര്യവേഷണത്തിൻ്റെ കലാപരമായ ദൃശ്യഭാഷ, അത് പുതിയ കാലത്തിന് തരുന്ന ഭൗമരാഷ്ട്രീയ സന്ദേശം എല്ലാം പ്രതീക്ഷ കാക്കട്ടെ എന്ന് തന്നെ കരുതാം. സനീഷ്, ഒരു കാര്യമുണ്ട്, ഇത് മഗല്ലനൊപ്പമുണ്ടായിരുന്നവർ പക്ഷേ തിരിച്ച് സ്പെയിനിലെത്തി. മഗല്ലൻ മൊത്തം ചുറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ഫിലിപ്പൈൻസിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. ഇതാണ് ചരിത്രം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ സിനിമയ്ക്ക് വേണ്ടി.